ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സംഖ്യയുടെ ഫാക്ടേഴ്സിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ്. നമുക്ക് നോക്കാം. നമുക്ക് 28ൻ്റെ ഫാക്ടേഴ്സുകളുടെ എണ്ണം, ഘടകങ്ങളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഫാക്ടേഴ്സുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് ഫാക്ടറൈസേഷൻ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. പ്രൈം ഫാക്ടറൈസേഷൻ, അതായത് അഭാജ്യ സംഖ്യകൾ കൊണ്ടുള്ള ഘടകക്രിയ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ കുറച്ച് അഭാജ്യ സംഖ്യകൾ ഒന്ന് എഴുതി നോക്കാം. 2, 3, 5, 7, 11 എക്സെട്ര. ആദ്യത്തെ കുറച്ച് പ്രൈം നമ്പേഴ്സാണ് ഇത്. ഇനി നമുക്ക് 28നെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഇങ്ങനെയാണ് ഘടകക്രിയ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പറാണ് എടുക്കേണ്ടത്. ഇവിടെ 28 എന്ന് പറയുന്നത് ഒരു ഇവൺ നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 എടുക്കാം. നമുക്ക് 28നെ ചെറുതാക്കി കൊണ്ടുവരാം. നമുക്ക് 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 14. ഈ 14നെ സിംപ്ലിഫൈ ചെയ്യാം. 14 ഇവൺ നമ്പറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 2 വെച്ച് ചെയ്യാം. 14നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 7. 7 × 2 14. ഇനി 7നെ നമുക്ക് ചെറുതാക്കേണ്ട ആവശ്യമില്ല. 7 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. ഈ ഘടകക്രിയ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ പ്രൈം നമ്പർ കിട്ടുന്നത് അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അതിന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ 7നെ 7 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 1 കിട്ടും. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇവിടെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന പ്രൈം നമ്പേഴ്സിനെ ഇങ്ങനെ എഴുതാം. 2 × 2 × 7. ഇനി ഈ 3 നമ്പറും ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 28 തന്നെ കിട്ടും. 2 × 2 4, 4 × 7 28. ഇനി ഇതിനെ നമുക്ക് എക്സ്പൊണൻസ് രൂപത്തിലും എഴുതാം. ഇവിടെ 2 പ്രാവശ്യമാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് 2 എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു 2 കൂടി എഴുതാം. ഈ മുകളിൽ എഴുതിയിരിക്കുന്ന 2 ആണ് എക്സ്പൊണൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സ്പൊണൻസിനെ മലയാളത്തിൽ കൃതി എന്നും പറയും. ഇത് വായിക്കുന്നത് 2⁻² എന്നാണ്. മലയാളത്തിൽ 2 ഘാതം 2. അതിൻ്റെ ചിഹ്നം മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ ഇടുക. അതിനുശേഷം 7 എത്ര പ്രാവശ്യമാണോ ഉള്ളത് അതും എഴുതുക. 7 ഒരു പ്രാവശ്യമാണ്, അതുകൊണ്ട് നമുക്ക് 7⁻1. 1 എഴുതേണ്ട ആവശ്യമില്ല, എന്നിരുന്നാലും 7⁻1. ഇത്രയുമാണ് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഘടകക്രിയ ചെയ്യുന്നത്. ഇവിടുത്തെ എക്സ്പൊണൻസ് മാത്രമാണ് നോക്കേണ്ടത്. അത് വെച്ചാണ് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ആദ്യം കിട്ടിയിരിക്കുന്ന എക്സ്പൊണൻ്റ് +1, അതിനുശേഷം രണ്ടാമത് കിട്ടിയിരിക്കുന്നതിൻ്റെയും എക്സ്പൊണൻ്റ് +1, എന്നിട്ട് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? 2. ആദ്യത്തതിൻ്റെ എക്സ്പൊണൻ്റ് 2 ആണ്. 2 + 1 × രണ്ടാമതിൻ്റെ എക്സ്പൊണൻ്റ് വന്നത് 1 ആണ്. അപ്പോൾ 1 + 1 എന്ത് വരും? 2 + 1 = 3 × 1 + 1 2. അപ്പോൾ 3 × 2 = 6. അപ്പോൾ 28ൻ്റെ ഫാക്ടേഴ്സുകളുടെ എണ്ണം, ഘടകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6 ആണ്. 6 എണ്ണമാണ് 28ൻ്റെ ഫാക്ടേഴ്സുകളുടെ എണ്ണം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സുകളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് 42ൻ്റെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. 42നെ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. 42നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ 21 ലഭിക്കും. 21നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 7 കിട്ടും. ഇനി നമുക്ക് ഈ പ്രൈം നമ്പേഴ്സ് എടുത്തെഴുതാം. 2 × 3 × 7. അതിനെ നമുക്ക് എക്സ്പൊണൻസ് രൂപത്തിൽ എഴുതാം. എല്ലാത്തിലും ഓരോന്ന് വീതം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 2⁻1 × 3⁻1 × 7⁻1. ഇനി എല്ലാത്തിൻ്റെയും എക്സ്പൊണൻസിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് ഗുണിക്കുക. 2ൻ്റെ എക്സ്പൊണൻ്റ് വരുന്നത് 1 ആണ്. അപ്പോൾ 1 + 1 ×
3യുടേതും 1 ആണ്. 1 + 1 ഇൻറ്റു 7ൻ്റേതും 1 ആണ്. 1 + 1 എത്ര വരും? 1 + 1 2 ഇൻറ്റു 1 + 1 2 ഇൻറ്റു 1 + 1 2. 2 ഇൻറ്റു 2 ഇൻറ്റു 2 = 8. അതായത് 42ന് 8 ഘടകങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് ഒരു നമ്പറിൻ്റെ കൂടെ ഫാക്ടേഴ്സുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. 200നെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ആദ്യം തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100 എന്ന് കിട്ടും. ഇനി 100നെ വീണ്ടും 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 50 കിട്ടും. 50യും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും. ഇനി 25നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5 എന്ന് കിട്ടും. ഇനി നമുക്ക് പ്രൈം നമ്പേഴ്സിനെ എടുത്തെഴുതാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5. ഇവിടെ 2 3 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2⁻³ എന്ന് എഴുതാം. 5 ഇവിടെ 2 പ്രാവശ്യമാണ് വരുന്നത്. അതിന് നമുക്ക് 5⁻². 2⁻³ ഇൻറ്റു 5⁻². അങ്ങനെ എഴുതാം. അതിനുശേഷം എക്സ്പൊണൻ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് എഴുതാം. ആദ്യത്തെ എക്സ്പൊണൻ്റ് 3 ആണ്. 3 + 1 ഇൻറ്റു രണ്ടാമത്തത് 2 ആണ്. 2 + 1. ഇനി അതിനെ നമുക്ക് ആഡ് ചെയ്ത് ഗുണിച്ചെഴുതാം. 3 + 1 4 ഇൻറ്റു 2 + 1 3. 4 ഇൻറ്റു 3 = 12. അതായത് 200ൻ്റെ ഘടകങ്ങളുടെ എണ്ണം 12 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. താങ്ക് യു.